ബന്ദികൾ ഖാൻ യൂനിസിലും മധ്യ ഗസയിലുമായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. സർവ്വമേഖലയും ഇടിച്ചു നിരത്തി പരിശോധന നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യം ഖാൻ യൂനിസിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ചെയ്തത്. അവർക്ക് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും ഖാൻ യൂനിസിലായിരുന്നു ആവാൻ സാധ്യതയുണ്ട് ബന്ദികൾ എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആയതിനാൽ സർവ്വമേഖലയും അവർ ഇടിച്ച് നിരപ്പാക്കി. ഏറ്റവും കൂടുതൽ തകർന്ന മേഖലയിൽ ഖാൻ യൂനിസിൻ്റെ പേര് മുഴച്ചു നിൽക്കുന്നു. 3-ലധികം ആശുപത്രി പോലും ഇവിടെ തകർക്കപ്പെട്ടു. അവിടെ ക്രിസ്ത്യൻ ചർച്ചുകളും മുസ്ലിം പള്ളിയും മദ്രസയും സ്കൂളുകളടക്കമുള്ള മേഖല അപ്പാടെ തകർന്നു. ഇതിൽ അവർ പറയുന്ന കാര്യം ഇതിൻ്റെ അടിഭാഗത്ത് ഹമാസ് ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ഹമാസ് അല്ലായിരുന്നു ലക്ഷ്യം, പകരം ബന്ദികളായിരുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ച് ബന്ദികൾ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പല ഫലസ്തീനികളെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നും പരമാവധി ബന്ദികളുള്ളത് ഖാൻ യൂനിസിൻ്റെയും മധ്യ ഗസയുടെയും ഭാഗങ്ങളിലാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത്. അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു ബന്ദിയെപ്പോലും മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നീട് രണ്ടാമത് വന്ന റിപ്പോർട്ട് ചില അന്താരാഷ്ട്ര മീഡിയകളൊക്കെ അതിന് സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തി. രാജ്യത്തിൽ നിന്ന് അഥവാ ഗസയിൽ നിന്ന് ബന്ദികൾ പുറത്തു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ലെബനാനിലോ അതല്ലെങ്കിൽ ഈജിപ്തിലോ അവരുണ്ട് എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ പേര് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാര്യം ലെബനാൻ ഒരു യുദ്ധഭൂമിയാണ്. ഇസ്രായേൽ ലെബനാൻ തമ്മിൽ പല ഘട്ടങ്ങളിൽ യുദ്ധം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവർ തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിൽ പോലും ആ കരാർ ലംഘിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം നോക്കുന്ന സമയത്ത് പിന്നീട് ഈജിപ്ത് ശാന്തമായിരിക്കുന്നൊരു സ്ഥലമാണ്. റഫയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അത് ഗസയുടെ അതിർത്തി ഈജിപ്തുമായിട്ട് പങ്കിടുന്നു. മാത്രവുമല്ല ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് തുരങ്കപാത ഉണ്ട് എന്ന് അനുമാനിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈജിപ്തിലുണ്ടാവാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഖാൻ യൂനിസിലായിരുന്നു ബന്ദികൾ ഉണ്ടായിരുന്നത് എന്നത് ഇസ്രായേലിനെ അമേരിക്കയും തത്തുല്യ രീതിയിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സൈന്യത്തോടൊപ്പം അമേരിക്കയുടെ സൈനികർ ഉണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗസക്കകത്ത് വീണ ആക്രമണം നടത്തിയതിൽ ബഹുഭൂരിപക്ഷം ആയുധങ്ങളും അമേരിക്കയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇതിനിടയിൽ തന്നെ ഗസയിലെ പൗരന്മാർ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് എഴുതിയിരിക്കുന്ന പൊട്ടാത്ത ഈ മിസൈലിൻ്റെ കഷ്ണങ്ങളെല്ലാം എടുത്തുകൊണ്ടും പൊട്ടിയ ഭാഗങ്ങൾ എടുത്തുകൊണ്ടൊക്കെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം മീഡിയം അമേരിക്കയാണ് ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് തെളിയിക്കപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം യുദ്ധഭൂമിയിൽ അല്ലെങ്കിൽ യുദ്ധമുഖത്ത് ഇസ്രായേലിനോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് അവർ ആ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത്. അങ്ങനത്തെ അവർ നിലം പരിശാക്കി ഗസയിലെ ഖാൻ യൂനിസിൻ്റെ പരമാവധി ഫലസ്തീനികൾ തെക്ക് വടക്കൻ ഗസയിലേക്ക് അഭയാർത്ഥികളെ പോലെ പോയതും ഏറെക്കുറെ അവിടെ ആളില്ലാത്ത ഒരു തുരുത്ത് പോലെ ശേഷിച്ചതും ലോകം കണ്ടതാണ്. അത് ക്ലിയർ ആയതാണ്. പിന്നീട് ഈ ഖാൻ യൂനിസിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് അല്പാൽപമായി ഇസ്രായേൽ സൈന്യം തന്നെ പുറകോട്ട് പോയി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശേഷിക്കപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് എന്നതിനാലും ഉള്ളവർ തന്നെ കൈയും കാലും ഇല്ലാത്തവരും അനാഥത്വമുള്ളവരും അങ്ങനത്തെ കുറച്ച് ആളുകളാണ് ശേഷിക്കുന്നത് എന്നതിനാൽ ഈ ഭാഗങ്ങളിൽ നിന്ന് പിന്നെ മധ്യ ഗസയിലേക്ക് 60,000 സൈനികരെ നിയമിച്ചുകൊണ്ട് ആ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് IDFന് നിർദ്ദേശം നൽകി. ആ നിർദ്ദേശപ്രകാരമാണ് പിന്നെ യുദ്ധകാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യം കരാർ വ്യവസ്ഥ പ്രകാരം ഖാൻ യൂനിസിൻ്റെയും മധ്യ ഗസയുടെയൊക്കെ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് മാറി ഏകദേശം ഇസ്രായേലിൻ്റെ അതിർത്തിയോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ഗസയുടെ ഭാഗങ്ങളിൽ നിൽക്കുന്നത് എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ. അപ്പോൾ അവർ മാറിയതോടുകൂടി ഈ പറയപ്പെട്ട കരാർ വ്യവസ്ഥയുടെ നിശ്ചിത സമയത്ത് 20 ബന്ദികളെയും ഒരേ സമയത്ത് ഖാൻ യൂനിസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുള്ള അതിന് 3 അല്ലെങ്കിൽ 4 ബന്ദികൾ മാത്രമാണ് മധ്യ ഗസയിൽ നിന്ന് എന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. ബാക്കി 16 പേരോ അല്ലെങ്കിൽ 15 പേരോ ഉള്ളത് ഇവിടെ ഖാൻ യൂനിസിലാണ്. ഈ ഖാൻ യൂനിസിനാണ് ഇത്രയും കാലം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ കൊടിയ ദുരന്തം അനുഭവിച്ച പ്രദേശത്തിൻ്റെ പേര് ഖാൻ യൂനിസ് എന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടതിൽ ഒരു ഭാഗവും ഖാൻ യൂനിസിൽ നിന്നാണ്.
അപ്പോൾ ഈ മേഖലയിൽ അതിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്ത് ഹമാസിനെ പിടികൂടി എന്നൊക്കെ പറയുന്നതും ഈ ഭാഗത്തു നിന്നാണ്. എന്നിട്ട് പോലും അതായത് അവർ ഇസ്രായേലിൻ്റെ IDF സൈനിക സംഘം ചവിട്ടി നടക്കുന്ന ഭൂമിയുടെ അടിഭാഗത്ത് സുരക്ഷിതമായ രീതിയിൽ ഈ ബന്ദികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ലോകത്തിലെ എല്ലാവിധ സാങ്കേതിക വിദ്യയും സംവിധാന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും അവർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ നാണക്കേട് യഥാർത്ഥത്തിൽ കാർട്ടൂണായിട്ട് പോലും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചവിട്ടി നടക്കുന്നതിൻ്റെ അടിയിൽ ഈ ബന്ദികൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നതിൻ്റെയും ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നത്. വലിയ വിവാദമായിരിക്കുന്നത്. അതിന് ഇസ്രായേലിനും IDFും വലിയ നാണം കെട്ടിരിക്കുകയാണ്. ലോകത്തിലെ 20ഓളം യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും തൊട്ടടുത്ത അതിർത്തി അയൽ രാജ്യങ്ങളായിരിക്കുന്ന ലെബനാൻ, സിറിയ, ഈജിപ്ത്, ജോർദാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ദേശത്തേക്ക് കൂട്ടിച്ചേർക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള രാജ്യമാണ് തങ്ങളുടേത് എന്ന് ലോകത്ത് തെളിയിച്ച് കൊടുക്കുകയും ചെയ്ത രാജ്യം ഗസ എന്ന് പറയുന്ന കേവലം 40 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ആ പ്രദേശത്ത് മൊത്തത്തിൽ കീഴടക്കിയിട്ടും അവരുടെ ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്തുള്ള സാങ്കേതിക തകർച്ച നിസ്സാരമൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാണക്കേട് യഥാർത്ഥത്തിൽ അമേരിക്ക അവർ ചോദിക്കുന്നുണ്ട്. എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങൾ തന്നല്ലോ, എല്ലാവിധ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കി തന്നല്ലോ, സാമ്പത്തികം നൽകി, ആയുധങ്ങൾ നൽകി, സൈനികരെ നൽകി, ബുദ്ധിയും നൽകി. എന്നിട്ടും അത് കണ്ടെത്താൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് അമേരിക്ക ചോദിച്ചു എന്നും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നാണം കെട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ആ പ്രദേശം ഒന്നടങ്കം ചുറ്റുഭാഗം ഗസ എന്ന് പറയുന്നതിൻ്റെ 3 ഭാഗവും ഇസ്രായേലാണ്, 1 ഭാഗം മെഡിറ്ററേനിയൻ കടലാണ്. മെഡിറ്ററേനിയൻ കടലിനെ നിയന്ത്രിക്കുന്നതും ഇസ്രായേലാണ്. അത് നമുക്ക് ഇവിടുന്ന് ഫ്ലോട്ടിൽ വന്ന സമയത്ത് ഗസയുടെ അതിർത്തി ഭാഗത്തേക്ക് ഈ ബോട്ടുകൾ എത്തിയ സമയത്ത് പോലും ഇസ്രായേലിൻ്റെ കപ്പൽ വന്നുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യും, അവരെ ഈ ബോട്ടിനെ ഇടിപ്പിച്ചുകൊണ്ട് ആ ബോട്ടിനെ നശിപ്പിക്കുകയോ ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ ഗസയുടെ അതിർത്തിയുടെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആകമാനം നിയന്ത്രിക്കുന്ന ഇസ്രായേലാണ്. എന്നിട്ട് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് സാങ്കേതിക മികവിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. അപ്പോൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നതിൻ്റെ അപ്പുറം ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ഗസക്കാർ അവരെ ബന്ദികളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരുടെ മൃതദേഹം അങ്ങനെ തന്നെയാണ്. 28ഓളം മൃതദേഹങ്ങൾ ഒളിപ്പിച്ച് വെച്ച ഏരിയകൾ കണ്ടെത്താൻ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം ബന്ദിമോചനം തന്നെയായിരുന്നു. ഹമാസിനെ ഇല്ലാതാക്കുന്നത് ആദ്യത്തെ ലക്ഷ്യമാണ് എന്ന് പറയുന്നെങ്കിൽ കൂടി ഇവരെ ബന്ദികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ലോകത്തോട് അവർക്ക് വിളിച്ചു പറയാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഞങ്ങളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത്. 2 കൊല്ലവും നടന്ന വെടിവെപ്പും കൂട്ടക്കൊലകളും രാജ്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ ഈ ബന്ദിമോചനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണിപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ സൈനിക ക്യാമ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ളതിൻ്റെ അടിഭാഗത്ത് ഇവരുണ്ടായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക്, അതായത് ഇസ്രായേലിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന നാണക്കേടിൽ അവരിപ്പോഴും വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും യഥാർത്ഥത്തിൽ തോറ്റുപോയിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് തന്നെയാണ് ഗസ യുദ്ധത്തെ വിലയിരുത്തുന്നത്. ഇതിനു മുൻപ് യമനുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിരിക്കുന്നതാണ്. കാര്യം യമനുമായിട്ട് എന്തിനാ കരാർ ഉണ്ടാക്കുന്നത്? ചെറിയ രാജ്യമാണ്, ചെറിയ സൈനിക ബലവും ശക്തിയും മാത്രമുള്ളതാണ്. നിങ്ങളിതിന് അവരുമായിട്ട് കരാർ ഉണ്ടാക്കുന്ന അവരില്ലാതാക്കിയല്ലേ വേണ്ടത് എന്നുള്ളത്. അതിന് അമേരിക്ക പറഞ്ഞ മറുപടി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവരുടെ തന്ത്രങ്ങളും അവരുടെ ശക്തിയും അതോടൊപ്പം തന്നെ അവരുടെ മിസൈലിൻ്റെ പവറും, ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന മിസൈലല്ല രണ്ടാമത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്രതിരോധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് 4ഓളം കപ്പൽ നഷ്ടപ്പെട്ടു പല തരത്തിലും. ഒരു കപ്പൽ അങ്ങനെ തന്നെ നടുക്ക് മുറിഞ്ഞുകൊണ്ട് കടലിൽ താന്നുപോയി എന്നാണ് പറയുന്നത്. പിന്നീട് 2 കപ്പൽ വലിയ രീതിയിൽ മാരകമായ പരിക്കേറ്റു. അത് രൂപത്തിലാക്കാൻ ഏകദേശം ഒരു കപ്പൽ നിർമ്മിക്കുക അത്ര തന്നെ ചിലവ് വരും എന്നുള്ളതാണ്. മറ്റൊരു കപ്പലിനാണ് കുറഞ്ഞ രീതിയിൽ പരിക്കേറ്റത്. അത് വേറൊരു ഈ തുറമുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെങ്കിലും മാസങ്ങൾ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ, അമേരിക്ക,
ചെങ്കടലിൽ 100% പരാജയപ്പെട്ടു എന്ന് അവർ സമ്മതിച്ചതാണ് യമനുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ വിഷയം വരുന്ന സമയത്ത് ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സങ്കീർണമായിരിക്കുന്നത്. എന്തുകൊണ്ട് കാണാൻ വേണ്ടി സാധിച്ചില്ല? സാങ്കേതിക വിദ്യയില്ലേ, സംവിധാനങ്ങളില്ലേ, ആയുധങ്ങളില്ലേ, ബലമില്ലേ, ബുദ്ധിയില്ലേ, അമേരിക്കയുടെ വലിയ പിന്തുണയില്ലേ? ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്ന ഒരു രീതിയിലേക്ക് യഥാർത്ഥത്തിൽ IDFും അതേപോലത്തെ ഇസ്രായേലും അമേരിക്കയും എത്തിയിരിക്കുകയാണ്. മൊസാദ് എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ് അത് പിരിച്ചുവിട്ടുകൂടെ എന്ന് ചോദിക്കുന്നവർ പോലും ഇപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ഉണ്ട് എന്നാണ്. ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്.